കോടതിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. കോടതിയിൽ നിന്നുണ്ടായത് ഞെട്ടിക്കുന്നതും നീതി നിഷേധവുമായ ദുരനുഭവമെന്ന് അതിജീവിത പറയുന്നു. ദുരനുഭവത്തിൽ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീതിരുമാണ്. നീതി കിട്ടും വരെ പോരാടും. നീതിന്യായ വ്യവസ്ഥയുടെ വിശുദ്ധി തകരില്ല എന്ന പ്രത്യാശയോടെ യാത്ര തുടരുമെന്നും അതിജീവിത സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ അതിരൂക്ഷ പ്രതികരണം ഉണ്ടാകുന്നത്. ഈ വിഷയമാണ് നമ്മൾ ഈ മണിക്കൂറിൽ പരിശോധിക്കുന്നത്. അഡ്വക്കേറ്റ് ടി ബി മിനി, അഭിഭാഷക രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷകൻ ജസ്റ്റിസ് കമാൽ പാഷയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ടി ബി മിനിയിലേക്ക്. മിനി, നമ്മൾ ഇന്നൊരു പക്ഷേ കേൾക്കേണ്ടി വരുന്നത് ഈ ദിവസം ഒരു കറുത്ത ദിവസം എന്ന് ഒരർത്ഥത്തിൽ നമുക്ക് അടയാളപ്പെടുത്തേണ്ടി വരുന്ന ദിവസമാണ്. ദിസ് ഈസ് അൺഫെയർ ആൻഡ് ഷോക്കിംഗ് എന്ന് തുടങ്ങുന്ന ആ ക്യാപ്ഷനോടുകൂടി അതിജീവിത കുറിക്കുന്നത് കണ്ണീര് കൊണ്ടാണ്, ചോര കൊണ്ടാണ്, ഹൃദയവേദന കൊണ്ടാണ് ആ വരികൾ. അതായത് നീതിന്യായ വ്യവസ്ഥയെ വിമർശിക്കേണ്ടി വരുന്ന അങ്ങേയറ്റത്തെ ഗതികേട്, ആത്യന്തികമായി ഒരു പൗരന് ഇരയാക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അങ്ങേയറ്റത്തെ അഭയം ആ കോടതിയാണ്. ആ കോടതിയിൽ കൂടി ഒരു നീതി നിഷേധം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പിന്നീട് ആരെ വിളിക്കും? മേലോട്ട് നോക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയുമില്ല. അതാണ് ഇവിടുത്തെ ഗതികേട്. എന്തുകൊണ്ടാണ് അതിജീവിതയ്ക്ക് ഇങ്ങനെയൊക്കെ കടന്ന് പറയേണ്ടി വരുന്നത്? പ്രിയപ്പെട്ട മിനി, അഡ്വക്കേറ്റ് മിനി. ഞാനിപ്പോ ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരുപക്ഷെ അതിജീവിതയുടെ അതേ മെന്റൽ സ്റ്റേറ്റിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളൊരു പൊതുപ്രവർത്തന രംഗത്തിൽ എല്ലാത്തിനെയും ഡാഷിംഗ് ആയിട്ട് നിന്നിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലമായിട്ട് നിങ്ങൾക്ക് തന്നെ അങ്ങനെ ഒരു പൊതുപ്രവർത്തന രംഗത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ അത്രയും ഇതില് ഓരോ നിമിഷവും ഇങ്ങനെ ഇൻവോൾവ് ആയി പോകുന്ന ഒരു സാഹചര്യമാണ്. അതായത് വിക്ടിം അനുഭവിക്കുന്ന അതേ പ്രശ്നങ്ങൾ തന്നെ സൊസൈറ്റിയിൽ നിന്ന് ടോട്ടലായിട്ട് ഞാനും അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഈ നിമിഷം മാറിയിട്ടുണ്ടെന്ന് ഞാൻ പറയണില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾ അത് ടോട്ടലായിട്ട് അത് അംഗീകരിച്ചു. ഇപ്പൊ ഞാൻ ഈ വിഷയം പറയുന്ന ദിവസം, അതായത് ഈ കേസ് നമ്മൾ കൊടുക്കുന്ന, ഇപ്പൊ ഈ വിധി ഉണ്ടായി എന്ന് പറയുന്ന ഈ കേസ് കൊടുക്കുന്ന ആ സന്ദർഭത്തില് കോടതിയെ ഞാൻ ആക്രമിക്കുന്നു എന്ന നിലയിൽ കോടതിയിൽ ഞാനിപ്പോ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യണം. ഹൈക്കോടതിനെയും കോടതി സംവിധാനത്തെയും നമ്മള് മോശക്കാരാക്കാൻ ശ്രമിക്കുന്നവരാണ് എന്ന് പറഞ്ഞാണ് ഈ ഡിഫൻസിൽ നിൽക്കുന്ന ആളുകൾ എന്നെ ആക്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കോടതിയിലെ ഒരു പറ്റം ജഡ്ജിമാരും അതില് അങ്ങനെയാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷെ ഞാനായതുകൊണ്ടും ഞാൻ അങ്ങനെ ഉള്ള ഒരാളല്ല എന്ന് അവർക്കും ബോധ്യമുള്ളത് കൊണ്ടും അവർക്ക് ചില സംശയങ്ങളിലൂടെ അവരിങ്ങനെ നിലനിന്നിരുന്നു. പക്ഷെ ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഹൈക്കോടതി ചെയ്തത്. ഹൈക്കോടതി അതിൽ ചെയ്തത് ഒരു ലീഗൽ തർക്കം വരാത്ത രീതിയിൽ. കാരണം ഇവിടെ കോടതിയുടെ ഉള്ളിൽ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം, കോടതിക്കുള്ളിൽ ഉണ്ടാവുന്ന ഒരു ഡോക്യുമെന്റ് ഏത് തരത്തിൽ ടാമ്പർ ചെയ്താലും ഫോർജ് ചെയ്താലും, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സിന്റെ കാലം വരും, ആക്സസ് അല്ലെങ്കിൽ കോപ്പിങ്, ഇതൊക്കെ വരുമ്പോഴും ഇൻസൈഡ് കോടതിയാണ്. ഇൻസൈഡ് കോടതി ആകുമ്പോൾ 195 CRPC ഒരു ബാർ ഉണ്ട്. ആ ബാർ പ്രകാരം ഈ പോലീസുകാർക്ക് അവിടെ കേസ് എടുക്കാനോ ഇൻവെസ്റ്റിഗേഷൻ നടത്താനോ കഴിയില്ല. ഈ മെമ്മറി കാർഡ് പരിശോധനയ്ക്ക് അയക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ കേസിലെ IO ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഞാൻ ഈ ഫയൽ ചെയ്ത കേസിനോടൊപ്പം തന്നെ ഒരു കേസ് ഫയൽ ചെയ്യണ്ടായി. എന്റെ ഈ കേസിലെ ഒരു റിലീഫ് എന്ന് പറയുന്നത് ഈ മെമ്മറി കാർഡ് ഫോറൻസിക്കിന് അയക്കാത്ത കോടതിയുടെ നടപടിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വന്നതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു IO സെക്ഷൻ 91 CRPC പ്രകാരം ഒരു ഡോക്യുമെന്റ് ഫോറൻസിക്കിലേക്ക് അയക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായ രീതിയിൽ കോടതി അത് അയക്കുകയാണ് വേണ്ടത്. പക്ഷെ കോടതി അത് അയച്ചില്ല. അയക്കാതിരിക്കുന്ന സംഭവം ഒരുപാട് ഇതുപോലെ ചർച്ചകളും മീഡിയ പ്രശ്നങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. ആ സമയത്ത് അയക്കില്ല എന്നുള്ള ശാഠ്യം പിടിക്കുകയും അവസാനം അത് റിജക്റ്റ് ഒന്നും ചെയ്യാതെ വെച്ച് ഞാൻ ഈ WP ക്രിമിനൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അത് റിജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ റിജക്ട് ചെയ്തതിന്റെ ഓർഡർ സാധാരണ രീതിയിൽ ആ കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായി വരുന്ന പോലീസുകാരുണ്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഉണ്ട്, അവർക്കൊന്നും കൊടുക്കാതെ നേരത്തെ ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്ത നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ റിജക്ട് ചെയ്ത ലെറ്റർ അയക്കണം.
അപ്പൊ നമ്മൾ ആരും അറിയണില്ല, ഈ പോലീസുകാരോ അല്ലെങ്കിൽ PPO ആരും അറിയണില്ല. അങ്ങനെ അത് കോടതിയിൽ കേസ് വന്നപ്പോ അത് ഇങ്ങനെ റിജക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയുകയും പിന്നെ നമ്മൾ അയ്യോ ഈ റിജക്ട് ചെയ്ത ഓർഡറിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടാണ് ഞങ്ങൾക്ക് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ചേഞ്ച് ചെയ്ത വിവരം തീർച്ചയായും അതാണ് നിയമ പോരാട്ട വഴിയിൽ TB മിനി അടക്കമുള്ളവർ ഉറച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അത് നന്നായിട്ട് എനിക്കറിയാം. കാരണം താങ്കളൊക്കെ നടത്തുന്ന പോരാട്ടങ്ങൾ അത് നേരിട്ടും അല്ലാതെയും ഒക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്. നമുക്കിപ്പോൾ നമ്മുടെ മുന്നിൽ ഒരു അന്വേഷണ റിപ്പോർട്ടാണ്. ആ അന്വേഷണ റിപ്പോർട്ട് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതുവരെ നമ്മൾ കോടതിക്കെതിരെ പറയുകയോ അല്ലെങ്കിൽ കോടതിക്കെതിരെ പറയുകയല്ല, ഒരു സിസ്റ്റത്തെ അപ്പാടെ, ഇന്ത്യൻ ജുഡീഷ്യറി അപ്പാടെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വിമർശിക്കുകയല്ല. പക്ഷേ ഈ യഥാർത്ഥ വസ്തുതകൾ നമ്മുടെ മുന്നിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ബഹുദൂരം സഞ്ചരിക്കേണ്ട ഒരു വസ്തുത ഈ വിഷയത്തിലില്ലേ? നമ്മുടെ ഇവിടെ ഒരു ഇരയുടെ കൺസേൺ, ഒരു അതിജീവിതയുടെ കൺസേൺ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മേൽക്കോടതികളടക്കം പരിഗണിക്കപ്പെടേണ്ടതല്ലേ? പക്ഷേ ഇവിടെ മറ്റേതെങ്കിലും ഒരു ഫ്ലോർ അല്ല ഈ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ഒരു ഘടകമായി മാറുന്നത്. പോലീസ് സ്റ്റേഷനോ ഒന്നുമല്ല, ഈ കോടതിയുടെ പ്രമൈസസ് അല്ലെങ്കിൽ അവിടുത്തെ ടെറിട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ നിലയിൽ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയും? ആത്യന്തികമായി ഇരയ്ക്ക് അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് അവൾക്ക് വിശ്വാസയോഗ്യമാകണം അവൾക്ക് നീതി കിട്ടിയെന്ന്. അതിന് നമുക്ക് ഈ സന്ദർഭത്തിൽ ഈ റിപ്പോർട്ടിൻ പ്രകാരം എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വിശ്വാസം അഡ്വക്കേറ്റ് മിനിക്കുണ്ട്. ഹൈക്കോടതിയിലേക്കൊക്കെ പോവുകയാണല്ലോ. ഹൈക്കോടതി ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഞാൻ കൊടുത്ത കേസിൽ, അത് അതിജീവിതയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്ത കേസിൽ എല്ലാ റിലീഫും ഹൈക്കോടതി അനുവദിച്ചതാണ്. ഇപ്പൊ ഈ മെമ്മറി കാർഡ് ഫോറൻസിക്കിലേക്ക് പോയി. അങ്ങനെ ഫോറൻസിക്കിലേക്ക് പോയി അതിന്റെ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്നപ്പോ 3 പ്രാവശ്യം അത് ഇല്ലീഗൽ ആക്സസ് ഉണ്ടായിട്ടുണ്ടെന്നും അത് ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്നും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് അന്ന് തന്നെ കോടതിയിൽ വരികയും ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ടൈം വേണമെന്ന് പോലീസ് ഇതേ IO കോടതിയിൽ എക്സ്റ്റൻഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോ അന്നിരുന്നിരുന്ന ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഈ മെമ്മറി കാർഡിന്റെ ശരിക്കുള്ള കോപ്പി ഇരിക്കുന്നത് സ്റ്റേറ്റ് ഫോറൻസിക് ലാബിലാണ്. അതിന്റെ മെമ്മറിയുടെ അതിന്റെ മിറർ ഇമേജ് ആണ് ഇപ്പോൾ ഈ ടാമ്പറിങ് ചെയ്തു എന്ന് പറയുന്നതും അതിന് മിറർ ഇമേജ് ആണ്. അത് പക്ഷെ എവിഡൻസിൽ നമ്മൾ മാർക്ക് ചെയ്ത ഒരു കാര്യമാണ്. അത് നിങ്ങളോട് പറയണം, പറഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ അത് ഹാഷ് വാല്യൂ മാറി എന്ന് മനസ്സിലാക്കി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. കോടതി അപ്പൊ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇനി അന്വേഷണം നടത്തേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഈ മിറർ ഇമേജ് അവിടെ ഇരിക്കുന്ന ഒറിജിനലിന്റെ ഒരു മിറർ ഇമേജ് കൂടി അടിയന്തരമായി ഇന്ന് തന്നെ കോടതിയിൽ നിന്ന് ഒരു ദൂതനെ വിട്ട് ആ ദൂതൻ വഴി എടുത്തുകൊണ്ട് വരികയും ഞങ്ങൾ അത് ഈ കേസിൽ മാർക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോഴും ഇത് ആരാണ് ഇത് ആക്സസ് ചെയ്തത്, ആരാണ് ഇത് ടാമ്പർ ചെയ്തത്, ഇത് യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടിയാണ് ടാമ്പർ ചെയ്തത് എന്നുള്ളത് അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കൺസേൺ. TB മിനി പറഞ്ഞതുപോലെ ആർക്ക് വേണ്ടിയാണ് ഇത് ടാമ്പർ ചെയ്തത്? അതാണ് അതിജീവിതയുടെ ആശങ്ക, കൺസേൺ. ഈ ആരോപിക്കപ്പെടുന്ന പ്രതികളിലേക്ക് ഇത് എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര കൈവശം വെച്ചു, എത്ര സമയം? അങ്ങനെയെങ്കിൽ അത് ഗുരുതരമാണ്. ഒരു ഇരയെ സംബന്ധിച്ചോളം രഹസ്യമായിട്ട് അല്ലെങ്കിൽ സ്വകാര്യതയെ മാനിക്കപ്പെടേണ്ടതാണ്. ഭരണഘടനാ വിരുദ്ധം എന്ന് പറയേണ്ടി വരും. ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ അതിജീവിത എഴുതിയ ഒരു വരികളിലെ പ്രധാനപ്പെട്ട ഒരു കുറിപ്പ്, ഒരു വാചകങ്ങൾ വായിക്കും. ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ നീതിക്ക് കോട്ടകെട്ടി കരുത്ത് പകരേണ്ട കോടതിയിൽ നിന്നും ഇത്തരം ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചന്മാരുമാണെന്നത് സങ്കടകരമാണ്. അത്യന്തം ഹൃദയവേദനയോടുകൂടി ഉള്ളുപൊള്ളി ഇത്തരം വരികൾ എഴുതപ്പെടണമെങ്കിൽ ആ അതിജീവിത അനുഭവിക്കുന്ന പീഡിപ്പിക്കുകയാണ് വീണ്ടും ആ മനുഷ്യ സ്ത്രീയെ എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ അപമാനമാണ് ശ്രീ രാഹുൽ ഈശ്വരത്? പ്രജീഷ്, 3 കാര്യങ്ങൾ. ഒന്ന്, അതിജീവിതം നമ്മുടെ എല്ലാം അഭിമാനമാണ്. മലയാളത്തിൽ നിന്ന് വളർന്ന് സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ്. അവരുടെ കൺസേൺസ് അഡ്രസ് ചെയ്യാൻ ഏതറ്റം വരെയും നമ്മൾ പോകുന്നത് സ്വാഗതാർഹം തന്നെയാണ്. 2, മിനി മാഡത്തെ പോലെ വളരെ മുതിർന്ന ഒരു അഭിഭാഷക മറ്റ് പല ചാനലിലും സൂചിപ്പിച്ചതുപോലെ ഒരു തരത്തിലും ഇതിൽ പ്രതികളാണ് എന്ന് നമുക്ക് അവസാനം കണ്ടെത്തുന്നവർ രക്ഷപ്പെടാതിരിക്കാനും ഇത് ടാമ്പേർഡ് ആണെന്ന് അലജ് ചെയ്യാതിരിക്കാനും മിനി മാഡം തന്നെ പഴുതുകൾ അടച്ച ഒരു മൂവ് നടത്തിയിട്ടുണ്ട്. അതിന് മിനി മാഡത്തെ അഭിനന്ദിക്കുന്നു. ഇനി 3ാമത്തെ പോയിന്റ്, 1 മണിക്കൂർ മുമ്പ് ദി
ഹിന്ദു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദു കേരള ഹൈക്കോടതിയുടെ മുന്നാകെ ഫയൽ ചെയ്ത അഫിഡവിറ്റിൽ ഈ ഇൻക്വയറി റിപ്പോർട്ട് റിജക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അതിജീവിത ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ സൂചിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ പറയാം. അതായത് ലീന റഷീദ് അന്നത്തെ JFCM അങ്കമാലി ആളാണ് ഒന്ന് കണ്ടത്. രണ്ട്, മഹേഷ് മോഹൻ പേഴ്സണൽ അസിസ്റ്റന്റ് ഓഫ് ദി ദെൻ പ്രിൻസിപ്പൽസ് ആൻഡ് സെഷൻ ജഡ്ജ്, അദ്ദേഹം ഇപ്പോൾ ഒരു ജഡ്ജിയാണ് കേരള ഹൈക്കോടതിയിലെ, താജുദ്ദീൻ ശിരസ്തദാർ, ഇവർ 3 പേരുമാണ് ഇത് ആക്സസ് ചെയ്തത്. 2 കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്ന്, ടാമ്പറിംഗ് നടന്നു എന്ന റിപ്പോർട്ടിൽ എവിടെയും ഇല്ല. ടാമ്പറിംഗ് എന്നൊരു വാക്ക് പോലും എവിടെയും ഇല്ല. ഇത് ലീക്കായി എന്ന റിപ്പോർട്ടിൽ എവിടെയും ഇല്ല. 3, ഇല്ലീഗൽ ആക്സസ് എന്നല്ല, അൺഓതറൈസ്ഡ് ആക്സസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിനി മാഡത്തിന് എന്നെ കറക്റ്റ് ചെയ്യാം. ഇല്ലീഗലും അൺഓതറൈസ്ഡ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിന്റെ അലിഗേഷൻ വരുന്നത് അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്തിട്ടുണ്ടെന്നാണ്. ശ്രീ ദിലീപിന് ഇതിനൊന്നും യാതൊരു ബന്ധവുമില്ല. സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ഒന്ന്, ഇത് മെയിൻ കേസുമായി 4-5 മാസങ്ങൾക്കുള്ളിൽ നമ്മൾ തീരുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കേസ്. പ്രതിയായ പൾസർ സുനി ശിക്ഷിക്കപ്പെടേണ്ട, എന്നാൽ ദിലീപിനെതിരെ കള്ളക്കേസ് കെട്ടിച്ചമച്ച ആ കേസ് 4-5 മാസത്തിനുള്ളിൽ ആണെങ്കിലും ഈ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ അതിന്റെ കസ്റ്റഡിയൻ ഉത്തരവാദി ആരാണ്? അപ്പോൾ അവിടെ ഒരു ഈ ആക്സസ് അല്ലെങ്കിൽ ഒരു ഈ മെമ്മറി കാർഡ് തുറക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ? ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. അതായത് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ രാഹുൽ മാറ്റി രാഹുൽ 1 എന്നിട്ടാലും മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറും. എന്നാൽ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ലെന്ന് ദീപാ മാഡത്തിന്റെ റിപ്പോർട്ടിലടക്കം വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഫയലുകൾ ആക്സസ് ചെയ്തതിന് തെളിവില്ല, ഫയലുകൾ മാനിപ്പുലേറ്റ് ചെയ്തതിനോ ടാമ്പർ ചെയ്യുന്നോ തെളിവില്ല. അത് അങ്ങനെ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും മിനി മാഡത്തിന്റെ അടക്കമുള്ള നല്ല മൂവിൽ ആ പഴുത് ക്ലോസ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. ഇനി 2 വലിയൊരു പോയിന്റ്, അതിജീവിത പോരാടുന്നത് കോടതിയിലെ ഡിജിറ്റൽ ഡോക്യുമെന്റ്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന വിശാല പോയിന്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാ അതിജീവിതയെ സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ദിലീപിന് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 1, 2, ഇതിരിക്കുന്ന ജഡ്ജി ഹണി വർഗീസിന്റെ കോടതിയുമായിട്ടോ ഹണി വർഗീസുമായിട്ടോ ഇതിന് ബന്ധമില്ല. ഇത് അതിജീവിതയോ മിനി മാഡോ അല്ല, മറ്റു പല ആൾക്കാരും മീഡിയയിലെ ചില സുഹൃത്തുക്കൾ കോടതികളിൽ സംശയം ജനിപ്പിക്കാനും കോടതിയെ പുകമറയ്ക്കുള്ളിൽ നിർത്താനും വേണ്ടി ചെയ്യുന്നത് അത് വളരെ അങ്ങനെ ഒരു പഴുതിലേക്ക് താങ്കൾ പോകല്ലേ? അതൊരു ഉപാധിയായി അവതരിപ്പിക്കപ്പെടല്ലേ? കാരണം എനിക്ക് പോലും ഈ ഫ്ലോറിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ പ്രയാസമുള്ളത്. കാരണം ഈ നവംബർ മാസത്തിലെ 2018 കാര്യങ്ങളും അതിനുശേഷം ഈ തരത്തിലുള്ള അക്സസ് നടന്നിട്ടുണ്ട് അൺഓതറൈസ്ഡ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചിലതുമായിട്ടൊക്കെ ചില സംശയങ്ങൾ എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പക്ഷെ എനിക്കത് ഒരു പക്ഷേ എനിക്ക് പരിമിതികളുണ്ട്. താങ്കൾ അതുകൊണ്ട് വീണ്ടും കോടതിയെ ഇതിലേക്ക് വലിച്ചപ്പാടെ ജുഡീഷ്യറി വലിച്ചിഴക്കുന്നുണ്ട്. എനിക്ക് ചില പരിമിതികളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പക്ഷേ അതിജീവിത ഉന്നയിക്കുന്ന ഈ കൺസേൺ അതിന് അർത്ഥമുള്ളതാണോ അതോ അനവസരത്തിലാണോ ഉള്ളത്? ശ്രീ രാഹുൽ ഈശ്വർ, പബ്ലിക് ഡൊമൈനിൽ മുൻപാകെ ഒരു അതിജീവിത അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും മാനസികമായും തളർന്നിരിക്കുന്ന ഒരു വ്യക്തി വന്ന് ഒരു പബ്ലിക് ഡൊമൈനിൽ പബ്ലിക് ഫോറത്തിൽ ഇടുന്ന വരികൾ അനവസരത്തിലോ അവസരത്തിലോ? ഒരിക്കലും അതിജീവിതയെ ഒരു കാരണവശാലും വിമർശിക്കാനോ കരിവാരത്തേക്കാനോ നമ്മൾ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന ഒരു പക്ഷേ വളരെ കുറച്ച് ആൾക്കാർ കാണും. അത് അവരൊന്നും ഒരു കാരണവശാലും നമ്മൾ എൻകറേജ് ചെയ്തത്. അതിജീവിതം നമ്മുടെ അഭിമാനമാണ്. അതിജീവിതം ഒരു കൺസേൺ റേസ് ചെയ്താൽ അതിനോട് ബഹുമാന പുരസ്സരം ഒരുപക്ഷെ യോജിച്ചില്ലെങ്കിൽ പോലും ആ കൺസേണെ അഡ്രസ് ചെയ്യാനുള്ള എല്ലാ ഉത്തരവാദിത്വവും ബാധ്യതയും നമ്മുടെ മീഡിയയ്ക്ക്, കോടതിക്ക്, പൊതുസമൂഹത്തിനുണ്ട്. അതിജീവിതയ്ക്ക് ജസ്റ്റിസ് കിട്ടി എന്ന് ബോധ്യമാകുന്നത് വരെ ഇത് മുമ്പോട്ട് കൊണ്ടുപോവുകയും വേണം, സംശയമില്ല. പക്ഷെ അതിന്റെ മറുവശം ചൂണ്ടിക്കാണിച്ചേ ഉള്ളൂ. അത് നമ്മുടെ ഹിന്ദു അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ട ആൾക്കാർ ആരൊക്കെയാണ് എന്ന് സംശയം ആർക്കും വേണ്ട. 1, ലീന റഷീദ്, 2, മഹേഷ് മോഹൻ, 3, താജുദ്ദീൻ. ഇവര് 3 പേരുമാണ് അത് ആക്സസ് ചെയ്തത് എന്ന് ഹിന്ദു രാഹുൽ ഈശ്വറിന് ഇതിന്റെ ആക്സസ് സംബന്ധിച്ച് ഇത് ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരിക്കണം? ഈ 3 വ്യക്തികൾ അത് ആർക്കെങ്കിലും വേണ്ടിയാണോ? അല്ലെങ്കിൽ ഇത് ഈ അതിജീവിത പറയുന്നത് പോലെ ദിലീപിലേക്കോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന 8ാം പ്രതിയായ വ്യക്തിയിലേക്കോ അങ്ങനെയെങ്കിലും പോയിട്ടുണ്ടോ? അപ്പോൾ അതിൽ അറിയാനുള്ള ഒരു അവകാശം നമുക്കുമില്ലേ? കേൾക്കുന്ന എനിക്കും. രാഹുൽ ഈശ്വർ നേരത്തെ പുകഴ്ത്തിയല്ലോ, അതിജീവിതം ഒരിക്കലും തള്ളി പറയുന്നില്ല. ആ മനസ്സിൽ കൈവച്ച് നെഞ്ചിൽ കൈവച്ച് ആത്മാർത്ഥതയോടെ ആണെങ്കിൽ ഇതിനൊക്കെ ഒരു കൃത്യമായ ഒരു അറിവ് നമുക്ക് വേണ്ടതല്ലേ? ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന സംശയമില്ല. ഇന്ത്യൻ ഭരണഘടന, നമ്മുടെ സംസ്കാരം, നമ്മുടെ മാന്യത. ഇടയ്ക്ക് അങ്ങ് പറഞ്ഞതെന്ന് വിട്ടുപോയി, ഞാൻ കേട്ടില്ല. എന്നിരുന്നാലും എനിക്ക് ഉദ്ദേശിച്ച് പറയാം, അതിജീവിതയ്ക്ക് ബോധ്യമാകുന്നത് വരെ അതിജീവിതയ്ക്ക് വേണ്ടി പോരാടുന്ന മിനി മാഡം അടക്കമുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ പ്രകാശ് ബാരസ് ഒരുപാട് പേർക്ക് അവർക്കടക്കം ബോധ്യമാകുന്ന രീതിയിൽ ഇതിനൊരു ഉത്തരം വേണം. പക്ഷെ 2 വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചേ ഉള്ളൂ. എനിക്ക് ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിലും അതിജീവിതയുടെ വികാരങ്ങളും പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളണം. പക്ഷെ 1-2 വസ്തുതകൾ നമ്മൾ ഇതിൽ വിട്ടുപോകരുത്. 1, ജഡ്ജി ഹണിയം വർഗീസിന്റെ ഇന്റഗ്രിറ്റി. 2, കോടതി നടപടിയിലെ കാര്യം. 3, ഇനി ഏതെങ്കിലും
എന്തെങ്കിലും ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് കോടതി നടപടികൾ വേണമെങ്കിൽ ഈ കേസ് ഒരു ഉണർത്തലാകട്ടെ, ഒരു റിമൈൻഡർ ആകട്ടെ, അതിന് സംശയമില്ല. കാര്യം നമുക്കെല്ലാം അറിയാം, നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഹോദരിമാരുടെ പ്രൈവസിയും മറ്റും ഇന്റർനെറ്റിന്റെ കാലമൊക്കെയാണ് വളരെ ദൂരവ്യാപകമായി തെറ്റായ രീതിയിൽ പ്രചരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും പോരുത്. പക്ഷെ രണ്ട് കാര്യം ആരും പേടിക്കേണ്ട. ടാമ്പറിംഗ് നടന്നു എന്ന് എവിടെയുമില്ല, ലീക്കേജ് നടന്നു എന്ന് എവിടെയുമില്ല. ഇല്ലീഗൽ എന്നല്ല, അൺഓതറൈസ്ഡ് ആക്സസ് ആണ് 3 തവണ നടന്നിട്ടുള്ളത്. അതിലൊന്നൊരു സ്ത്രീയാണ്. അൺഓതറൈസ്ഡ് ആക്സസ് എന്ന് വിളിക്കാമെങ്കിൽ അത് അൺഓതറൈസ്ഡ് ആക്സസ് നടത്തിയ 3 പേരുടെ പേര് കൃത്യമായി ഹിന്ദു കോട്ട് ചെയ്ത് ഹൈക്കോടതിയിലെ അഫിഡവിറ്റിനെ കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. രാഹുൽ എന്താണ് പറഞ്ഞു വരുന്നത്? എന്തിനാ നീ ആ വാക്കു അൺഓതറൈസ്ഡ്? ജനങ്ങൾ എന്ത് വിചാരിക്കും? ഒരു കോടതിയുടെ ചെസ്റ്റിലിരിക്കുന്ന ഒരു മെമ്മറി കാർഡ്, അതും ഇത്തരം ഒരു വിഷ്വൽസ് അടങ്ങുന്ന ഒരു മെമ്മറി കാർഡ് ബെഞ്ചിന്റെ ശിരസ്താർ ഇട്ടിട്ട് അയാളുടെ ഫോണിലിട്ട് കാണുന്നതിന് അൺഓതറൈസ്ഡ് എന്നാണോ പറയണത്? അയാൾ ക്രൈം അല്ലേ ചെയ്തത്? അട്ടിമറി എന്ന് വിശേഷിപ്പിടേണ്ടി വരും. അട്ടിമറി എന്ന് പിന്നെ ടാമ്പറിംഗ് അല്ല എന്നൊക്കെ പറഞ്ഞ് ആരെയാണ് താൻ ഇങ്ങനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണത്? തനിക്ക് എന്താണ് ആരെ ബോധ്യപ്പെടുന്നത്? നല്ലൊരു ലീന റഷീദ്, ഓക്കെ ലീന റഷീദ് കാര്യം നമുക്ക് പറയാം. ലീന റഷീദ് താൻ പറഞ്ഞ സമ്മതിച്ചു. ലീന റഷീദ് അവരൊരു മജിസ്ട്രേറ്റ് ആയിരുന്നു അങ്കമാലിയിലെ. അവര് പ്രസവത്തിന് പോയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് അല്ല, ലീന റഷീദ് പ്രസവത്തിന് പോയിട്ടിരിക്കുന്ന സമയത്ത് അങ്കമാലി മജിസ്ട്രേറ്റിന്റെ ചാർജ് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഉണ്ടായി. ആ സമയത്താണ് പൗലോസ് സാർ ഈ സാധനം കൊണ്ട് ഈ സുനി ഏൽപ്പിച്ച ഈ മെമ്മറി കാർഡ് അവിടെ ഹാജരാക്കുന്നത്. ഈ കേസിന്റെ പിറ്റേ ദിവസം, ഈ സംഭവം നടന്നതിന്റെ പിറ്റേ ദിവസം, അന്ന് മുതൽ അത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയുടെ പ്രോപ്പർട്ടി ക്ലർക്കിന്റെ കയ്യിലാണ്. ആ പ്രോപ്പർട്ടി ക്ലർക്ക് എന്താണ്? ഒരു മജിസ്ട്രേറ്റിന്, രാഹുൽ മനസ്സിലാക്കണം, ഒരു മജിസ്ട്രേറ്റിന് ഒരു സെഷൻസ് കേസിൽ കമ്മിറ്റൽ ചെയ്യുന്ന ഒരു പണി മാത്രമാണ് ഉള്ളത്. അവിടെ നിന്ന് വരുന്ന ഒരു ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യാനോ കൊണ്ടുപോകാനോ വീട്ടിൽ കൊണ്ടുപോകാനോ ഒരു മജിസ്ട്രേറ്റിനും ലീഗലി റൈറ്റ് ഇല്ല. ഇനി ഒരു വർഷം എന്തിനു വേണ്ടി അവരത് കൊണ്ടുപോയി? ഒരു വർഷം അവരുടെ ബാഗിൽ എന്തിനാ അവർ ഇട്ടു? അവർ പോണോടത്തും വരുന്നോടത്തും കൊണ്ടുപോകാനുള്ള ഒരു മെമ്മോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അന്ന് അത് ഡോക്യുമെന്റ് ആയിട്ട് കണക്കാക്കിയിരുന്നില്ല. ആ ഒരു ഡോക്യുമെന്റ് കോടതിയിലെ ഇത്രയും സുപ്രധാനപ്പെട്ട ഒരു കേസില് കോടതിയുടെ ചെസ്റ്റില് സേഫ് ആയിട്ട് സൂക്ഷിക്കേണ്ട സാധനം അവരുടെ ബാഗിലിട്ട് കൊണ്ടു നടക്കാൻ ആരാണ് അവർക്ക് അധികാരം കൊടുത്തത്? ഏത് നിയമം അധികാരം കൊടുത്തത്? അവര് മജിസ്ട്രേറ്റ് ആയിരുന്നു, ലീഗലായിരുന്നു നിങ്ങൾ പറയുമ്പോ അത് വിശ്വസിക്കാൻ ഈ രാജ്യത്ത് ജനങ്ങൾക്കും വക്കീലമാർക്കും അങ്ങനെ സംശയങ്ങൾ ടി വി മിനി ഉന്നയിക്കുമ്പോഴാലും രാഹുൽ ഈശ്വറിന്റെ മറുപടിയിലേക്ക് വരാം. അപ്പം ജസ്റ്റിസ് കമാൽ പാഷയും നമ്മൾ ടെലിഫോൺ ലൈനിൽ ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കമാൽ പാഷ സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ താങ്കൾക്ക് വായിച്ചു കാണുമെന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും അതിജീവിത ഇന്ന് ഫേസ്ബുക്കിൽ, FBയിൽ, സോഷ്യൽ മീഡിയയിൽ ഇട്ട ഒരു പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട വാചകം ദിസ് ഈസ് അൺഫെയർ ആൻഡ് ഷോക്കിംഗ്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2-3 വരികൾ ഞാൻ വായിക്കാം സാർ. പ്രൈവസി എന്നത് ഒരു വ്യക്തിയുടെ മൗലിക അവകാശം എന്നിരിക്കെ കോടതിയിലിരുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിൽ ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് ഞാനെന്ന വ്യക്തിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണ്. അതിൽ പറയുന്ന ഇരയാക്കപ്പെട്ട വ്യക്തിയുടെ ഇത്തരം ദുരനുഭവം, നീതിക്ക് കോട്ടകെട്ടി കരുത്ത് പകരേണ്ട കോടതിയിൽ നിന്നും ഇത്തരം ദുരനുഭവം ഉണ്ടാകുമ്പോൾ തകരുന്നത് മുറിവേറ്റ മനുഷ്യരും അഹങ്കരിക്കുന്നത് മുറിവേൽപ്പിച്ച നീചരുമാണെന്നത് സങ്കടകരമാണ്. സാർ, ഔദ്യോഗിക ജീവിതത്തിലും വിരമിച്ച ശേഷവും നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു മനുഷ്യൻ നിലയിൽ അങ്ങയോട് ചോദിക്കുകയാണ്, അതിജീവിതയുടെ ഈ കൺസേൺ അടിസ്ഥാനമുണ്ടോ? വളരെ വളരെ അടിസ്ഥാനം ഉണ്ടോന്ന് മാത്രമല്ല, അത് വളരെ സത്യസന്ധമായ ഒരു പ്രസ്താവനയാണ്. അതിന്റെ ഒരു രോദനമാണ് നമ്മൾ അവിടെ കേൾക്കുന്നത്, അതിന്റെ നിലവിളിയാണ്. ആ അതിജീവിതയ്ക്ക് പറ്റിയ അതിന്റെ നിലവിളിയാണ് നമ്മളിവിടെ കേൾക്കുന്നത്. ആ നിലവിളി ഒരിക്കലും വനരോധനങ്ങളായിട്ട് മാത്രം അവശേഷിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനെക്കുറിച്ച്. കാരണം ഇന്ത്യൻ ഭരണഘടനയെ അനുശാസിക്കുന്നത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലെല്ലാം ഇങ്ങനെയുള്ള ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ മാനഭംഗം പീഡിപ്പിച്ച് വയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ, അതിന്റെ പേരോ അതിന് തിരിച്ചറിയുന്ന കാര്യങ്ങളോ ഒന്നും മീഡിയ ഒന്നും പബ്ലിഷ് ചെയ്യരുതെന്ന് നിയമം തന്നെ ഉണ്ടല്ലോ നമുക്ക്. അതായത് ഒന്നും അങ്ങനെ ഉള്ളപ്പോഴാണ് ഇതേപോലുള്ള പീഡനത്തിന്റെ കാര്യം അത് ആ പോൺ ഫിലിം എന്നുള്ള നിലയ്ക്ക്, പോൺ വീഡിയോ എന്നുള്ള നിലയ്ക്ക് ഓരോരുത്തർ കൊണ്ടുവച്ച് കാണുന്നത്. അപ്പൊ അത് ആ പെൺകുട്ടി പറഞ്ഞതിനകത്ത് എന്താ തെറ്റ്? ആ പറഞ്ഞേക്കുന്നത് ശരിയല്ലേ? സാർ, ഇവിടെ 3 അൺഓതറൈസ്ഡ് ആക്സസ് നടന്നിട്ടുണ്ട് അങ്കമാലി മജിസ്ട്രേറ്റ്. ഒപ്പം താങ്കൾക്കറിയാം ജില്ലാ ജഡ്ജിയുടെ PA, പിന്നീട് ശിരസ്താർ വിചാരണ കോടതിയുടെ. സാർ, ഈ 3 കാര്യങ്ങളും അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടിന് ശേഷം ഒരു തുടർ നടപടിക്ക് പോലും അത് ശുപാർശ ചെയ്യുന്നില്ലെങ്കിൽ അത് മറ്റൊരു കൺസേൺ ആയി മാറുകയില്ലേ സാർ?
തുടർ നടപടി നിർബന്ധമായിട്ട് അതിൽ വേണം. അത് നിർദ്ദേശം അതിനകത്ത് കൊടുക്കേണ്ടതുമായിരുന്നു. പക്ഷെ അതിനകത്ത് എത്രത്തോളം നല്ല ഒരു എൻക്വയറിയാണ് നടന്നേക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണെന്ന് അറിയോ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ക്ലാർക്കന്മാരെടുത്ത് ചോദിച്ചപ്പോ ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് ഇവർ പറഞ്ഞേക്കുന്നത് അവർക്ക് ജഡ്ജി കൊടുത്തെന്നാണ്. ജഡ്ജി അത് ആ ജഡ്ജി എടുത്തത് ആ ജഡ്ജി അടുത്തത് അത് ചോദിച്ചിട്ടില്ല ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോന്ന്. ഇങ്ങനെ അവർ പറയുന്നു. ചുമ്മാ അത് അങ്ങ് പറഞ്ഞ് കഴുകി കളയാനുള്ള ഒരു കാര്യമാണോ? സാർ ഇവിടെ എപ്പോഴും ഡിഫൻസ് ആയിട്ട് ഈ പ്രതിഭാഗം അപ്പോഴൊക്കെ ഇത്തരം കൺസേൺ കോടതിക്ക് മുൻപാകെ അതിജീവിതം വെക്കുമ്പോൾ കോടതിയെ ഒരു സംശയത്തിന്റെ മുനയിൽ നിർത്തുകയാണ് എന്നാണ് പ്രതിഭാഗം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, കോടതിയാണെങ്കിൽ കൂടി നമുക്ക് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുക, അതിനൊരു ഉത്തരം ഉണ്ടാകുക, മെറിറ്റ് ഉണ്ടാക്കുക, അതിന് ഒരു സത്യസന്ധമായ ഒരു അന്വേഷണം ആണ് ഉണ്ടാകേണ്ടത്. അത് ജുഡീഷ്യറിയെ സംബന്ധിച്ച് ഭരണഘടനയിൽ നിക്ഷിപ്തമായ സ്വകാര്യതയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കടന്നുകയറ്റമാണ്. ഇത്രയും നാൾ ഈ ഡോക്യുമെന്റ് ഒരു ജഡ്ജി ആണെങ്കിലും അവർ കൈവശം വെച്ചു എന്ന് പറയുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ്? കോടതിയുടെ ശിരസാകെ ഇരുന്ന ഒരു മെറ്റീരിയലാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിലയ്ക്കാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ അത്തരം സംശയങ്ങൾ നിൽക്കുമ്പോൾ എന്താണ് ഇനി ഹൈക്കോടതിയിലേക്കാണ് ഇതിപ്പോൾ അതിജീവിത സമീപിച്ചിരിക്കുന്നത്? അങ്ങ് എന്താണ് ഇതിന്റെ തുടർ നടപടികൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്? അതിലെ നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഓർഡറിനകത്ത് ജസ്റ്റിസ് ബാബുവിന്റെ ഓർഡറിൽ അത് വളരെ ക്ലിയർ ആണ്. വളരെ ശരിയായ രീതിയിലുള്ള ഒരു ഉത്തരവാണ് ആ കൊടുത്തിരുന്നത്. കാരണം ഇങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുക, ഒരു എൻക്വയറി നടത്തുക, എൻക്വയറിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് മെഷീനറി വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് മെഷീനറി ഒന്നും കൂടെ യൂസ് ചെയ്തില്ല. തന്നെത്താൻ ജില്ലാ ജഡ്ജി തന്നെത്താൻ എടുത്തു വെച്ചിട്ട് ഈ ഇങ്ങനെ ഒരു കാര്യം അങ്ങ് എഴുതിയേക്കാണ്. മാത്രമല്ല എഴുതി വെച്ചേക്കുന്നത് എന്താണ്, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, അയാൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞെന്ന് എഴുതിയാൽ മാത്രം മതിയോ? അത് സത്യമാണെന്നൂടെ പറയണ്ടേ? അയാൾ പറഞ്ഞതുകൊണ്ട് അത് സത്യമാണെന്നുണ്ടോ? അത് ജഡ്ജി പറഞ്ഞിട്ടാണോ ഈ ചെയ്തേക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ? അത് ജഡ്ജി അറിയാതെ എടുത്തോണ്ട് പോയേക്കുന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ സർവീസ് വെച്ചോണ്ടിരിക്കാൻ കൊള്ളാവോ? ഒരിക്കലും അല്ല. പിന്നെ ഇത് വേലി വിളവ് തിന്നുകയെന്ന് നമ്മൾ പറയുന്നതല്ലേ ഇവിടെ നടന്നിട്ടുണ്ട്. മാത്രമല്ല സാർ, ഇതിനകത്തൊരു നമുക്കറിയാമല്ലോ, ഇതിന്റെ ട്രയലിന്റെ ഘട്ടത്തിലൊക്കെ 2018 മാസം ഇത്തരത്തിലൊരു അൺഓതറൈസ്ഡ് ആക്സസ് നടന്നു എന്ന് പറയുന്നത് അതിനുശേഷം ഒക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ പ്രോസിക്യൂഷനെ പോലും തപ്പിക്കുന്ന തരത്തിലേക്കാണ് പ്രതിഭാഗത്ത് നിന്നും ഈ ഡോക്യുമെന്റ് കോടതിക്ക് മുൻപാകെ കാണണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് സമീപിക്കുന്നു. പിന്നെ ഈ നമുക്കറിയാം, ഒരു ഡോക്യുമെന്റ് ഇത് ഫോറൻസിക് വിദഗ്ധന് പോലും അതിലെ നറേറ്റീവ് സാധനങ്ങൾ അത് കേൾക്കുക, ഒറ്റ കേൾപ്പിൽ കേട്ട് കഴിഞ്ഞാൽ എഴുതാൻ കഴിയില്ല. പിന്നീട് അതിനകത്ത് ഈ ഡോക്യുമെന്റ് ദൃശ്യങ്ങളിലകത്തുള്ള വാചകങ്ങൾ പോലും കൃത്യമായി എഴുതിക്കൊണ്ടാണ് പിന്നീട് പ്രതിഭാഗം കോടതിയിലേക്ക് എത്തുന്നത്. ഒരു ആംപ്ലിഫൈ ചെയ്താൽ പോലും ഫോറൻസിക് വിദഗ്ധർക്ക് പോലും സംശയമുള്ള കാര്യങ്ങൾ പ്രതിഭാഗം ഇത്തരത്തിൽ നറേറ്റീവ് ചെയ്ത് കോടതിയിലേക്ക് എത്തുന്നു. പിന്നീട് ചന്ദ്രകുമാറിന്റെ സംവിധായകന്റെ കടന്നുവരവ്, ഇതൊക്കെ കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങളില്ല. ഇതിനൊക്കെ ഒരു ദൂരീകരണം വേണ്ടേ സാർ? അതെ, അത് ആ കേസിലെ ഒരു മെറിറ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല. കാരണം അത് ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാറ്ററാണ്. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ എന്റെ കൺസേൺ അതല്ല. ആ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോ അതിനെ ഒരിക്കലും സംശയിക്കാൻ പറ്റുന്നില്ല. അതിനിങ്ങനെ പറ്റിയിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ചേക്കുന്ന കാര്യങ്ങള് അത് ആ കേസിനകത്ത് അതിന് നീതി കിട്ടിക്കോട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ അതിന് എവിടാ നീതി കിട്ടുന്നത്? ഇപ്പൊ വീണ്ടും ഇതിനെ വീണ്ടും പീഡിപ്പിക്കുകയല്ലേ? അതായത് ഓരോ കാര്യം ഇതെടുത്ത് വെച്ച് കാണുമ്പോ അതെല്ലാം വീണ്ടും ഉള്ള പീഡനമല്ലേ? അതിന്റെ പ്രൈവസി എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം തന്നെ നഷ്ടപ്പെടുത്തിയേക്കല്ലേ ഇവിടെ? ആർട്ടിക്കിൾ 21 വലിയ വയലേഷൻ അല്ലേ ഇവിടെ നടന്നേക്കുന്നത്? സാറിന്റെ നിയമപരിജ്ഞാനം വെച്ച് ഞാൻ ചോദിക്കുകയാണ്, ഇത്തരം കാര്യങ്ങളിൽ ഇരയ്ക്ക് കിട്ടേണ്ട ആത്യന്തികമായ നീതി സംബന്ധിച്ച് ഇരയ്ക്ക് ഒരിക്കലും സംശയം തോന്നുന്ന തരത്തിൽ ഒരു നീതി വഴുതിപ്പോകാനോ താളം തെറ്റാനോ പാടില്ല എന്ന് സുപ്രീം കോടതി പോലും നിഷ്കർഷിക്കുന്ന സ്ഥിതിക്ക് അത്രയും മാർഗനിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഈ ട്രയലും സമയബന്ധിതമായി അതേസമയം പൂർത്തിയാവുകയും വേണം. ഈ അതിജീവിതയെ സംബന്ധിച്ചോളം ഈ ഉയർത്തുന്ന രോദനങ്ങൾക്ക് അതിന് ഉത്തരം ലഭിക്കുമോ? ആ പ്രതീക്ഷ അങ്ങേക്കുണ്ടോ? എനിക്കത് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ. കാരണം അത് ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇതൊക്കെയല്ലേ നടക്കുന്നത്. അപ്പൊ ഇത് മാത്രമല്ല, ഇതിപ്പോ ജഡ്ജിയുടെയൊക്കെ ശ്രദ്ധയിൽ ഇത് ആദ്യമേ പെട്ടിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ, അതായത് ഇതിന്റെ ഹാഷ് വാല്യൂ മാറി ഇതൊക്കെ മാറിയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അന്വേഷിക്കേണ്ട കാര്യമല്ലേ? ഇതെവിടെ പോയി, ആരൊക്കെ കണ്ടു, ആരുടെയൊക്കെ കൈവശമായിരുന്നു? ഇത് മാസങ്ങളോളം കൊണ്ടിടക്കല്ലേ ഓരോരുത്തര്. ഈ മെമ്മറി കാർഡും അതുപോലെ തന്നെ ഈ പെൻഡ്രൈവും ഒക്കെ അത് എന്തുമാത്രം വലിയ അനാവശ്യം കാണിച്ചു വെച്ചേക്കുന്നൊന്നും ആലോചിച്ച് നോക്കിക്കോളൂ. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് ഈ നടന്നേക്കുന്നത്? അതും ഈ 3 പേര് സാർ, ഈ 3 പേർക്ക് ഇത്തരത്തിൽ ആക്സസ് ചെയ്യുന്നതിനെ അതിലെ
അൺഓതറൈസ്ഡ് എന്നല്ലേ വിളിക്കേണ്ടത്? അതെ, സംശയമില്ല. ഇപ്പൊ ഇത് മജിസ്ട്രേറ്റിനൊന്നും കാണാൻ പറ്റത്തില്ല. ഇത് കാണേണ്ട കാര്യമുള്ളതല്ല. ഇത് കമ്മിറ്റൽ കോടതിയാണത്. കോടതി കമ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ലാ ജഡ്ജിയുടെ സ്റ്റാഫ് കൂടി റെക്കോർഡ് ഉണ്ടോന്ന് നോക്കും. ആ റെക്കോർഡ് എടുത്തിട്ട് റെഡി ആയിട്ട് അങ്ങ് കമ്മിറ്റ് ചെയ്ത് അങ്ങ് അയക്കുക. അല്ലാതെ അതിനകത്തുള്ള ആക്സസ്, അതിനകത്തുള്ള ഒരു സ്വാതന്ത്ര്യത്തിലേക്കും കടന്നു കയറാൻ പാടില്ല. അത് ഇല്ലീഗൽ എന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ഇല്ലീഗൽ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ചെയ്തേക്കുന്നത്. ഇല്ലീഗൽ, ടോട്ടലി ഇല്ലീഗൽ. അതാ ചെയ്തു വെച്ചേക്കുന്നത്. ആ മജിസ്ട്രേറ്റിന് ആ കണ്ടിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ ആ മൊഴിയൊന്നും കണ്ടിട്ടില്ല, എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നത് അതിന് ജോലി പോകും. കാരണം ഇത് അങ്ങനെ അത് മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ. ശരി, ശ്രീ കമാൽ പാഷ സാർ, എന്തായാലും അങ്ങ് പറയുന്ന രത്നച്ചുരുക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീമതി ടി ബി ബീന ഒപ്പം രാഹുൽ ഈശ്വർ 30 സെക്കൻഡിൽ രണ്ടുപേർക്ക് മറുപടി ഉണ്ടെങ്കിൽ. ജസ്റ്റിസ് കമാൽ പാഷ സാർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടെങ്കിൽ ടി ബി ബീനി. അതെ, ഈ ലീന റഷീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമാൽ പാഷ സാർ പറഞ്ഞല്ല, രാഹുൽ ഈശ്വർ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്. ലീന റഷീദ് എന്ന് പറഞ്ഞ മജിസ്ട്രേറ്റിന് ഇത് ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് അവർ റൈറ്റ് ഇല്ല. അത് അവർ ചെയ്ത മറ്റൊരു തെറ്റ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അവർക്ക് രേഖാമൂലം ലെറ്റർ കൊടുക്കുന്ന ഒരു കാരണവശാലും പ്രതിക്കോ പ്രതിയുടെ ആൾക്കാർക്കോ ഈ മെമ്മറി കാർഡ് കാണിച്ചു കൊടുക്കാൻ പാടില്ല. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ഈ മജിസ്ട്രേറ്റിന് വെരിഫൈ ചെയ്യണമെങ്കിൽ ഒരു പെൻഡ്രൈവ് കൊടുത്തിരുന്നു. അപ്പൊ മെമ്മറി കാർഡ് ഒരിക്കലും എടുക്കാൻ പാടില്ലാത്തൊരു സാധനമായിരുന്നു അത്. ഈ പ്രതിയുടെ അഭിഭാഷകൻ ഒരു അപേക്ഷ വെച്ചപ്പോ ഈ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെയും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെയും അറിയിക്കാതെ അവിടെ അന്നൊന്നും തന്നെ ഒരു തരത്തിൽ അതിൽ ബന്ധമില്ലാത്ത ഒരു APPനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തില് ഈ പ്രതിയും 8ാം പ്രതിയും അദ്ദേഹത്തിന്റെ അഭിഭാഷകരായിട്ടുള്ള രാമൻപിള്ള സാറും ഫിലിപ്പ് സാറും ഒരുമിച്ചിരുന്ന് ഈ മെമ്മറി കാർഡ് ഈ ലീന റഷീദിന്റെ ലാപ്ടോപ്പിലിട്ട് ഇല്ലീഗലായിട്ട്, അതായത് അവർക്ക് അത് ചെയ്യാനുള്ള ഞാൻ സമയക്കുറവുണ്ട് മാത്രം ഇടപെടാണ്. രാഹുൽ ഈശ്വർ, അതാണ് കൺസേൺ. ഈ പ്രതിക്കൊപ്പം ഇത് കണ്ടുവോ ഈ കൊണ്ടുപോയിട്ടുണ്ടോ ഈ ജഡ്ജിയെങ്കിൽ വളരെ ഗുരുതരമാണ്. ഇതിനൊക്കെ വ്യക്തത വേണ്ടത്. തീർച്ചയായും അന്വേഷണത്തിൽ അതിനുള്ള അവകാശം അതിജീവിതയ്ക്കില്ലേ? വീണ്ടും അതിജീവിതയെ വേട്ടയാടുകയാണ്. തീർച്ചയായും മിനി മാഡം പറഞ്ഞ പോലെ അവകാശമുണ്ട്. 2, കമാൽ പാഷ സാറിനെ പോലത്തെ ആൾ പറയുന്ന വേദിയിൽ കൂടിയിരുന്ന് പറയാൻ പോലും അർഹനല്ല ഞാൻ. പക്ഷെ ഒറ്റ കാര്യം മാത്രം റിമൈൻഡ് ചെയ്യുന്നു, കണ്ടവരുടെ പേര് ഇന്ന് വെളിയിലുണ്ട്. അവർക്കാർക്കും ശ്രീ ദിലീപുമായിട്ടോ മറ്റോ യാതൊരു ബന്ധവുമില്ല. ഇത് ടാമ്പർ ചെയ്തു എന്ന് എവിടെയുമില്ല. ഉള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. കൃത്യമായി 3 പേരാണ് ആക്സസ് അൺഓതറൈസ്ഡ് ആക്സസ് ചെയ്തിട്ടുള്ളത്. അവരാണെന്ന് കൃത്യമായി വ്യക്തമുണ്ട്. ഹൈക്കോടതിയിൽ മെയ് 20 കേസ് പോസ്റ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എടുക്കട്ടെ. ശ്രീ ദിലീപ് ഒരു കാരണവശാലും കുറ്റക്കാരനല്ല. ശ്രീ ദിലീപിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് മെയിൻ കേസിന് ഒരു കാരണവശാലും ബാധിക്കാൻ പോകുന്നില്ല. ഇത് ടാമ്പർ ചെയ്തതാണോ എക്സസ് ചെയ്തതാണോ ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷനിലല്ലേ പ്രൂവ് ചെയ്യണത്. ഇൻവെസ്റ്റിഗേഷൻ നടക്കണ്ടേ? ഓൾറെഡി എൻക്വയറി റിപ്പോർട്ട്, തീർച്ചയായും ഇൻവെസ്റ്റിഗേഷൻ അതുവരെ കാലിളകേണ്ടതില്ല. വീണ്ടും അതിജീവിതയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. കേരളം ആ മനസ്സിനൊപ്പം കൈകോർത്ത് നിൽക്കുക. ഇതാണ് മാതൃഭൂമി ന്യൂസിനും പറയാനുള്ളത്.